ഞാനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങനെ ഒന്ന് അടുത്തറിഞ്ഞ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് എനിക്ക് പറ്റില്ലാത്ത ചില കാര്യങ്ങൾ, എൻ്റെ ബലഹീനതകളൊക്കെ ഞാൻ പരിശുദ്ധാത്മാവിന് കൊടുക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ രീതിയിൽ എന്നെ സഹായിക്കാറുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ പറയണേ, എനിക്ക് രാത്രി കിടക്കുമ്പോൾ ഉറക്കം ശരിയായില്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കുറച്ച് മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റിയിട്ടുള്ളെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഈശോയെ, എനിക്കിന് ഡ്യൂട്ടിക്ക് പോകണ്ട. പിന്നെയുള്ള 12 hour ഷിഫ്റ്റ് മുഴുവൻ ഈ സങ്കടവും ക്ഷീണവും ഉറക്കം കിട്ടാത്തതിന് വിഷമമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്നൊക്കെ ലേറ്റ് ആയിട്ട് കിടക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയും, പരിശുദ്ധാത്മാവ് ഇന്ന് എനിക്ക് ഇത്രയും മണിക്കൂറേ കിടക്കാൻ പറ്റുന്നുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് 4 hours ഉള്ളൂ പരിശുദ്ധാത്മാവ്, ബാക്കി അവേഴ്സ് എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല, രാവിലെ എണീക്കണം, പക്ഷെ എനിക്ക് ക്ഷീണത്തോടെ എണീക്കണ്ട എന്നൊക്കെ ഞാൻ അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു കിടന്നിട്ടുണ്ടോ. പിറ്റേ ദിവസം രാവിലെ അലാറം വെച്ച പോലെ ഞാൻ എണീക്കുകയും ചെയ്യും. എനിക്ക് ഒരു ഉണർവോടുകൂടി എണീക്കാൻ പറ്റും. എനിക്കൊരു ക്ഷീണമോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഉറങ്ങാൻ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമൊന്നുമില്ല. അത് മാത്രമല്ല, എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നിട്ടുണ്ടോ അന്നൊക്കെ ആയിരിക്കും ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സ്ലീപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ 2 മണിക്കൂറൊക്കെ കിടന്നിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. പക്ഷെ 2 മണിക്കൂർ കിടന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 8 hour സ്ലീപ്പിൻ്റെതായ ഒരു എഫക്റ്റീവ്നെസ്സോടുകൂടി എനിക്ക് കിടക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ട് കിടന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ, നമുക്ക് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഇന്റർവ്യൂവിനോടുള്ള ടെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ലൈഫിൽ മറന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒറ്റയ്ക്കാ പോകുന്നത്, എനിക്ക് പേടിയുണ്ട്, എന്റെ കൂടെ വരണേ എന്നൊക്കെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരും. ഈശോ പ്രോമിസ് ചെയ്ത സഹായകനെയാണ്. ആ സഹായകനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം നമ്മുടെ കൂടെ വരികയും ചെയ്യും. ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവില്ലായിരിക്കാം, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോട് പോലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറ്റും. പരിശുദ്ധാത്മാവെ ഒന്ന് പോയേ, എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തേ, അല്ലെങ്കിൽ ഒന്ന് വന്നേ, എന്റെ കൂടെ വന്നിരുന്നേ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിച്ചേന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ എന്നെ കേൾക്കുന്ന കൂട്ടുകാരെ, നിങ്ങളും പരിശുദ്ധാത്മാവിനെ വിളിച്ചു നോക്കുക. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് രാവിലെ എഴുന്നേക്കാനോ അല്ലെങ്കിൽ അലാറം വെക്കാനോ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് മാറില്ലാത്തൊരു ചീത്ത സ്വഭാവങ്ങളോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റാത്തതോ, പഠിച്ചാൽ മറന്നു പോകുന്ന കാര്യങ്ങളോ, അങ്ങനെ എന്ത് തന്നെ ആയാലും പരിശുദ്ധാത്മാവിനോട് പറ. പരിശുദ്ധാത്മാവ് കൂടെ വരും. അപ്പോൾ അത് എളുപ്പമാകും. പ്രൈസ് ദി ലോർഡ്.